എസ്എഫിന്റെ സമസ്തയുടെ ഓഫീസിൽ വന്ന് ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ മേധാവികൾ നടത്തിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ നിർദ്ദേശപ്രകാരം പരിപാടി നിർത്തിവെക്കേണ്ടി വന്നത്. കോഴിക്കോട് നാളെ മറ്റൊരു പരിപാടി നടക്കുന്ന സ്ഥലമാണ്. മറ്റൊരു സമുദായത്തിന്റെ ഒരുപാട് സംഘടനകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന കോഴിക്കോട് ബീച്ചിലെ ഒരു പരിപാടി നടക്കുന്നത് കൊണ്ട് മുതലക്കുളത്ത് വളരെ കുറഞ്ഞ ആളുകളെ വെച്ചുകൊണ്ടായിരിക്കാം നമ്മുടെ പരിപാടി എന്നതുകൊണ്ടാണ് പോലീസ് നേരത്തെ നമുക്ക് പെർമിഷൻ തന്നത്. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വമ്പിച്ച തോതിൽ ജനങ്ങൾ പങ്കെടുക്കുമെന്ന IB റിപ്പോർട്ട് യാത്രയിലും പാർക്കിംഗ് സംവിധാനത്തിലും മറ്റൊരു പരിപാടി നടക്കുന്നത് കൊണ്ടുണ്ടായേക്കാവുന്ന സംഘർഷത്തിന്റെയോ അല്ലെങ്കിൽ അരുതായ്മയായി എന്തെങ്കിലും വന്നു പോകുമോ എന്ന IBയുടെ ശക്തമായ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം നിർത്തിവെക്കാൻ സംഘടന നിർബന്ധിതരായി. അതിലാരും നിരാശപ്പെടേണ്ട കാര്യമില്ല. പോലീസിന്റെ റിപ്പോർട്ട് ഒന്നുമല്ല, IB റിപ്പോർട്ടാണ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായി നമ്മളത് മാറ്റിവെച്ച മതിയാണ്. അല്ലായിരുന്നാൽ കോടതി പോലും ആ കാര്യത്തിൽ സംഘടനയെയും കേരള പോലീസിനെയും തെറ്റായ നിലയിൽ വിധികൽപ്പന നടത്തുമെന്നതുകൊണ്ടാണ് പോലീസിനും സംഘടനക്കും ഇത് നിർത്തിവെക്കേണ്ടി വന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ ഘാതകരെ കണ്ടെത്താനുള്ള പ്രക്ഷോഭം യാതൊരു വിധത്തിലും അതിന്റെ ആവേശത്തിന്റെ അലതല്ലൽ കുറക്കാതെ പ്രക്ഷോഭത്തിന്റെ അതിരൗദ്രമായ രൂപത്തിൽ തന്നെ സമരരംഗത്ത് തിളങ്ങി നിന്നുകൊണ്ട് തന്നെ അടുത്തിടെ കോഴിക്കോട് തന്നെ സമസ്തയുടെ പ്രക്ഷോഭം നടക്കും എന്ന കാര്യം ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയും അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സംഘടന ആവശ്യപ്പെടുകയും ഈ റിപ്പോർട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ ഉപാധ്യക്ഷന്റെ വധം അത് ജനങ്ങളുടെ മുമ്പിൽ ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ് നമ്മൾ കുറച്ചാളുകൾ മുതലക്കുളത്ത് ഒരുമിച്ച് കൂടാമെന്ന് മനസ്സിലാക്കി തുടങ്ങിയതെങ്കിലും വമ്പിച്ച ജനാവലിയുടെ സഹകരണത്തോടുകൂടി ജനസാന്നിധ്യത്തോടുകൂടി ഈ സമരം മുന്നോട്ട് പോകുമെന്ന ജനപിന്തുണ മനസ്സിലാക്കിയതുകൊണ്ട് വമ്പിച്ച തോതിലുള്ള ഒരുക്കത്തോടുകൂടി ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്ക് നടത്തേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.